ഇത്തവണ വയനാട്ടിലെ വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങൾ പൊതുവെ വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോഴും പ്രാദേശികമായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടായ്മകൾക്ക് ഒരു അവധി കൊടുക്കേണ്ടതില്ല എന്ന് തന്നെ സർക്കാർ ആലോചിച്ചു. സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ കൂട്ടായ്മകൾ, പണം ചെലവഴിച്ചുകൊണ്ട് സർക്കാർ നടത്തേണ്ട കൂട്ടായ്മകളെല്ലാം ചൂരൽമലയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുകയും, എന്നാൽ നാട്ടിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ജനങ്ങളുടെ ആഘോഷങ്ങളുണ്ട്, അത് തടസ്സപ്പെടുത്താതിരിക്കുകയും ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചൂരൽമലയ്ക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീർ വീഴ്ത്തിയും അവരെ ഓർത്തും അവരെ പ്രാർത്ഥിച്ചുമാണ് കേരളത്തിൽ ഇത്തവണ നടന്ന എല്ലാ ഓണാഘോഷങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഓണാഘോഷങ്ങൾ പ്രാദേശികമായിട്ടുള്ളത് പോലും പൂർണ്ണമായിട്ട് മുടക്കിയാൽ, ഇപ്പോൾ ഇന്നലെ കേരളം മുഴുവൻ ആഘോഷിക്കപ്പെട്ട കുമ്മാട്ടി, നാളെ തൃശ്ശൂരിൻ്റേതായി വരുന്ന പുലിക്കളി, അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഒരു വർഷക്കാലം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് കച്ചവടക്കാർ മുതൽ കലാകാരന്മാർ വരെയുള്ള ധാരാളമായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെ ഒരു കാരണവശാലും പ്രയാസപ്പെടുത്തരുത് എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഇത്തവണ ഓണത്തിന് നേതൃത്വപരമായ പങ്ക് ഇത്തരം ചില പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും സർക്കാർ വഹിച്ചത്. ആ വിധത്തിൽ പ്രാദേശിക കൂട്ടായ്മകൾ ഓണം നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഓണം എന്നുള്ളത് ആകെയുള്ള ഒരു സന്തോഷവും സമാധാനവും ഒന്ന് ഉച്ചവരെ വീട്ടിലുണ്ടാവുക, അമ്മയോടൊപ്പം ഭക്ഷണം കഴിച്ച് പിരിയുക, അതിനിടയിൽ വീട്ടിലെത്തിച്ചേരാവുന്ന ഓണത്തിന് എല്ലാ ദിവസവും ഞാനുണ്ടാകും എന്ന പൊതുവായ ധാരണയുള്ളത് കൊണ്ട് പഴയ സൗഹൃദങ്ങൾ, പാർട്ടി സഖാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, പൊതു സൗഹൃദങ്ങൾ, ഇവരൊക്കെ എല്ലാവർക്കും വരാനും കയറാനും ഒന്ന് ഓർമ്മ പുതുക്കാനും ഒക്കെ പറ്റുന്ന ഒരവസരം അതിനേക്കാൾ കൂടുതലായിട്ടില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഓരോ ചെറു ചെറു കാര്യങ്ങളിലും ഇപ്പോൾ ആണെങ്കിൽ 2-3 ദിവസമൊക്കെ ജില്ലയിലും മണ്ഡലത്തിലുമൊക്കെ നിൽക്കാൻ കിട്ടുന്നൊരവസരമാണ്. അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തി ഓണാഘോഷങ്ങളിൽ പങ്കാളിയാവുക, അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷങ്ങളും വേദനകളും ഒക്കെ കേൾക്കുക, അങ്ങനെ തന്നെ ഓണം ആഘോഷിക്കുന്നു. അതങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. അസ്ത പുലികളിക്ക് ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. പുലികളിക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പലയിടങ്ങളിലുള്ള പുലിമുഖങ്ങളുടെയും ചമയങ്ങളുടെയും പ്രദർശനമാണ്. കളറ് നരച്ചു തുടങ്ങും. ചമയങ്ങൾക്ക് ഭാഗമായിട്ട് നാളെ ശരീരങ്ങളിൽ പുരട്ടേണ്ട നിറങ്ങളൊക്കെ അരച്ചു തുടങ്ങുക എന്നുള്ള കൂടുതൽ ജൈവ തരത്തിലുള്ള സ്വഭാവത്തോടെ ഇൻസ്റ്റൻറ്റ് സാധനങ്ങളെക്കാൾ പുറമെ നിറമരയ്ക്കാനുള്ള പണികളൊക്കെ ഇന്ന് തന്നെ ആരംഭിക്കും. നാളെ പുലികളി സാധാരണ നിലയിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായിട്ടുള്ള അനുഭവമാണ്. പുലികളിയെ ബാക്കി ആളുകൾ കാണുന്നത് പോലെയാകില്ല തൃശ്ശൂർക്കാർ കാണുക. തൃശ്ശൂരിൻ്റെ രക്തവുമായി ബന്ധപ്പെട്ട ഒരു ഓണാഘോഷമാണ്. സാധാരണ ഓണാഘോഷങ്ങൾ സ്ഥിരമായി DTPCയുടെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ നടക്കുമ്പോഴും പുലികളി കോർപ്പറേഷൻ ഉൾപ്പെടെ പങ്കാളിയായി നാളത്തോടു കൂടി വാരാഘോഷങ്ങളുടെ സമാപനം നടത്തേണ്ട ദിവസമാണ്. ഇപ്പോൾ ഇത്തവണ ആ വാരാഘോഷം ഉണ്ടായില്ല എങ്കിലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഓണ ഉത്സവങ്ങളുടെ സമാപനമാണ് പുലിക്കളി. അത് ഏറ്റവും നിറപ്പകിട്ടാർന്ന് സംഘടിപ്പിക്കുക. പുലികളിക്ക് വലിയ പ്രാധാന്യവും വലിയ പാരമ്പര്യവും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വർഷങ്ങളായി പുലിക്കളിക്ക് തയ്യാറായി നിൽക്കുന്ന ആളുകൾ, വ്രതം പോലെ എല്ലാ വർഷവും ഏറെ പ്രായമായിട്ടും അതിലേക്ക് വരുന്ന ആളുകൾ, പുതിയ തലമുറയെ പുലികളിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് തൃശ്ശൂർക്കാരുടെ ഇപ്പോൾ പുതിയ ചിന്ത. എന്ന് മാത്രമല്ല, പുലിക്കളി ഏറെ ശ്രദ്ധയോടുകൂടി ഡിസൈൻ ചെയ്ത് ആധികാരികമായി ലോകം മുഴുവൻ അംഗീകരിക്കാവുന്ന ഒരു പൊതുതലത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും തൃശ്ശൂർ സാംസ്കാരിക ടൂറിസം മേഖലയിലെ ആളുകളും ഒക്കെയായി ബന്ധപ്പെട്ട ആലോചന നടത്തുകയാണ്. ഇത്തവണ സാധാരണ നിലയിലെ ചൂരൽമലയിലെ ദുരന്തം കൊണ്ട് എല്ലാ പരിപാടികളും അവസാനിക്കപ്പെട്ടപ്പോൾ പുലികളി മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ഒരു ചോദ്യം ആളുകൾക്കിടയിൽ വലിയ വികാരമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ചൂരൽമലയ്ക്ക് വേണ്ടി കിട്ടുന്നതിൽ നിന്നൊരു പങ്ക് മാറ്റിവെക്കാൻ തീരുമാനിക്കുമ്പോഴും പുലികളി ഒരു ആചാരം പോലെ, ഒരു ആഘോഷമല്ലെങ്കിലും ഒരു ആചാരം പോലെയെങ്കിലും നടത്തണം എന്ന ആവശ്യം ഉയർന്നു വന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടുകൂടി അക്കാര്യത്തിൽ കോർപ്പറേഷൻ അഭിപ്രായം ചോദിച്ചു. മന്ത്രി വളരെ പോസിറ്റീവായി പുലികളി നടക്കട്ടെ, ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോഴും സർക്കാരിൻ്റെ പൊതുവായ തീരുമാനമനുസരിച്ച് പ്രാദേശിക ആഘോഷങ്ങൾക്ക് ഒരു തടയിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നാളെ പുലികളി വളരെ ആഘോഷപൂർവ്വം സാധ്യതകൾക്കനുസരിച്ച് നടത്താമെന്ന് തീരുമാനിച്ചത്. 7 ടീമുകളുണ്ട്. 7 വളരെ വാശിയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സംഘാടക സമിതികളായി, എല്ലായിടത്തും അതിൻ്റെ ഓഫീസുകളായി, എല്ലായിടത്തും പുലിക്കളിയിൽ കൊച്ചുകുട്ടികൾ മുതൽ അങ്ങോട്ട് പ്രായമായ മുതിർന്ന ആളുകൾ വരെ അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു. ഇന്ന് വൈകുന്നേരത്തോടെ ചായ വരച്ച് തീർന്നാൽ നാളെ രാവിലെയോടെ പുലികളിയുടെ മടകളിലെല്ലാം ആളുകൾ ചായം പുരട്ടി അങ്ങ് രംഗപ്രവേശം ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് ചായം പുരട്ടലും പിന്നീട് ഈ ചായം തേച്ചു മാറ്റലും ഒക്കെ ഇതൊരു വലിയ പണിയാണ്. പക്ഷേ ആളുകൾ അതിൻ്റെ ഒരു ആവേശത്തിലും അതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള അനുഭവത്തിലും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ